നാട്ടികവി മൂസമൗലിയുടെ ഒരു കമൻ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഏത് കളിയും കളിച്ചോളി ഗ്രൗണ്ട് കുത്തിപ്പൊളിക്കരുത്. ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഈ സന്തുലിതാവസ്ഥയുടെ ഗ്രൗണ്ട് CPM കുത്തിപ്പൊളിക്കുക. മുസ്ലിം സമുദായത്തിൻ്റെ പൊളിറ്റിക്കലൈസേഷനെ CPM ഭയപ്പെടുന്നു. അതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. അവർ രാഷ്ട്രീയം പറയാൻ പാടില്ല, അവർ രാഷ്ട്രീയ ശാക്തീകരണത്തെക്കുറിച്ച് പറയാൻ പാടില്ല, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല. അതൊക്കെ പറയാൻ ഞങ്ങളിവിടെ ഉണ്ട്. അതായത് നിങ്ങളുടെ തന്ത ഞങ്ങളാണ്, തന്ത ചമയൽ എന്ന് പറയും. അതായത് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളിവിടെ ഉണ്ട്. പിന്നെ എന്തിന് നിങ്ങളിത് പറയണം? ഇവർ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണം. അടുത്ത ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ വൻ തിരിച്ചടി വരുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നതാണ്. നികേഷിന്റെ ഭയങ്കര ട്രോളാണ് പാത്രം കഴിപ്പിച്ചതിൽ ദേശീയ സെക്രട്ടറിയെ അടുക്കളയിൽ കയറി പാത്രം കഴിച്ചത് CPM കനകൂലം എന്ന് പറഞ്ഞിട്ട് നികേഷ് കുമാറിന്റെ ഫോട്ടോ വെച്ചിട്ട്. നമ്മൾ സോഷ്യൽ മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളും ഇപ്പം നിരന്തരം കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുസ്ലിം ലീഗും മലപ്പുറവും കാസർഗോഡും. അവരുടെ പേര് കണ്ടാൽ, പണ്ട് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, അവരുടെ വസ്ത്രധാരണം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന്. അതേപോലെ പലരും ചോദിക്കുകയാണ്, അവരുടെ പേര് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുകയാണ്, മുസ്ലിം ലീഗ് തിരുത്തി വന്നാൽ നമ്മൾ അവരായിട്ട് ചർച്ച ചെയ്യാം, അവരുമായി മുന്നോട്ട് പോകാമെന്നൊക്കെ. മുസ്ലിം ലീഗ് എന്താണ് തിരുത്തേണ്ടത്? ഇവിടെ പിന്നെ പേര് കണ്ടാൽ തിരിച്ചറിയാമെന്ന് പറഞ്ഞത് മന്ത്രി സജി ചെറിയാനാണ്. അദ്ദേഹം ആ പ്രസ്താവന തിരുത്തി ഖേദം പ്രകടിപ്പിച്ചു. പക്ഷേ ആ ഒരു പ്രസ്താവനയുടെ ആഘാതം സമൂഹത്തിൽ അതുപോലെ നിലനിൽക്കുകയാണ്. ഇവിടെ അദ്ദേഹം പേര് നോക്കാൻ പറഞ്ഞത് 2 സ്ഥലത്ത് മാത്രമാണ്, മലപ്പുറത്തും കാസർഗോഡും. അവിടെ നിങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്നവരുടെ പേര് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അദ്ദേഹം ഉദ്ദേശിച്ചത് ഡിവിഷനിൽ മതേതരത്വം പറഞ്ഞ ഞങ്ങളെ സ്ഥാനാർത്ഥി പൊന്നാനി നല്ല ഡിവിഷൻ ഇല്ല, അപ്പോൾ ഇവിടെ അപ്പോഴാണ് പല കണക്കുകളും പുറത്തേക്ക് വന്നത്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ മത്സരിച്ചവരിലോ പിന്നെ ജയിച്ചവരിലോ, അതായത് തോറ്റവരിലോ ജയിച്ചവരിലോ പിന്നെ ഒരു സമുദായത്തിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്ന് ആരുമില്ല. തോറ്റവരിലും ജയിച്ചവരിലും ഇല്ല, രണ്ടിടത്തും ഇല്ല. അതുപോലെ തന്നെ ഒരുപാട്. ഇപ്പോൾ പിന്നെ ഇനി മലപ്പുറത്തേക്ക് വരാം. മലപ്പുറത്ത് 24 സീറ്റ്, അതിൽ അമുസ്ലിങ്ങൾ 5. എന്നാൽ കോട്ടയത്ത് അതില്ല. അപ്പോൾ കോട്ടയത്തെക്കുറിച്ച് ആർക്കും എന്തില്ല, വേവലാതിയില്ല. പിന്നെ ആലപ്പുഴ, അതായത് 24 ആകെ ഒരു മുസ്ലിം മാത്രമാണുള്ളത്. ഇവിടെയൊക്കെ മുസ്ലിം പിന്നെ ജനസംഖ്യയുള്ള സ്ഥലങ്ങൾ കൂടിയാണ്, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതെ, കോട്ടയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 23-ൽ ഒരാളുമില്ല. പിന്നെ ഇടുക്കിയിൽ 17-ൽ ഒരാൾ മാത്രം, പത്തനംതിട്ടയിൽ 17-ൽ ഒരാൾ മാത്രം. ഇങ്ങനെ പിന്നെ കൊല്ലത്ത് പിന്നെ 27-ൽ 3 പേര്. ഈ കണക്ക് നമ്മൾ മനസ്സിലാക്കണം. തൃശ്ശൂരിലുള്ളത് പിന്നെ 30-ൽ ഒരു 3-4 ആളുകൾ. അതായത് ഇവിടെ ഒന്നും വർഗീയത കാണുന്നില്ല. ഇപ്പോൾ കാസർഗോഡ് പറയുന്നുണ്ട്, കാസർഗോഡ് 40-ൽ 15 പേരും പിന്നെ അമുസ്ലിങ്ങളാണ്. പിന്നെ ഇങ്ങനെ ഒരു പാലാ നഗരസഭയുടെ കണക്കെടുക്കാം. 26-ൽ ഒരു വാർഡിലും ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല. 26-ൽ ഒരു വാർഡിലും. ചെങ്ങന്നൂർ ആരുടെ സ്ഥലമാണ്? അവിടെ 27 പേരുണ്ട് പ്രതിനിധികൾ, ഒരു മുസ്ലിമും ഇല്ല. പേര് നോക്കിയാൽ ഇതിനെ കമ്മ്യൂണൽ പോളറൈസേഷൻ എന്ന് വിളിച്ചിട്ട് ഈ ആളുകളുടെ മനസ്സിനകത്തേക്ക് ഒരു ഭീതി സൃഷ്ടിക്കുകയാണ്. അതായത് മുസ്ലിം ലീഗിനെയും പിന്നെ BJPയെയും സമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കണക്ട് ചെയ്ത് വി അബ്ദുറഹ്മാൻ ഈ സജി ചെറിയ മാപ്പ് പറയുന്ന മൂപ്പര് കരുതില്ല തോന്നുന്നു. വി അബ്ദുറഹ്മാൻ സോഷ്യൽ മീഡിയയിലെ ഈ ന്യായീകരിക്കുന്ന ആരും അത് പ്രതീക്ഷിച്ചില്ല. അവരിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരായിരുന്നു. അതിലാണ് വി അബ്ദുറഹ്മാൻ പറഞ്ഞു. വി അബ്ദുറഹ്മാന്റെ ജയത്തെ പറ്റി നമുക്ക് അറിയുന്നല്ലോ. അദ്ദേഹം ആരുടെയൊക്കെ വോട്ട് വാങ്ങിച്ച് ജയിച്ചതാണ്. ഇവരെ പള്ളിയുടെ ഭാഷയിൽ പറഞ്ഞ നായർ മുതൽ നസ്രാനികരല്ല, എല്ലാ വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും വോട്ട് വാങ്ങിച്ച് ജയിച്ച ആളാണ് അദ്ദേഹം. അദ്ദേഹം SDP ഒരു പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞങ്ങളെ വോട്ട് വാങ്ങി. ഞാൻ അദ്ദേഹത്തോട് പറയാം, അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്നത് ഞങ്ങളുടെ തിരൂർ നഗരസഭയിലാണ്. തിരൂർ നഗരസഭയിലെ ഇപ്പോഴത്തെ നിലവിലെ 7-ാം വാർഡ് എൻ്റെ തൊട്ടടുത്ത വാർഡാണ്. ആ വാർഡ് ജനറൽ സീറ്റാണ്. ജനറൽ സീറ്റിൽ അവിടെ മത്സരിച്ചത്, അവിടെ മുൻ സിറ്റിംഗ് കൗൺസിലർ പ്രസന്ന പയ്യാപന്ത എന്ന് പറയുന്ന
ഒരു ഞങ്ങളുടെ ഒരു ലീഡറാണ്. വനിതാ ലീഗിൻ്റെ തിരൂർ മുനിസിപ്പൽ ഭാരവാഹി കൂടിയായിട്ടുള്ള ലീഡറാണ്. അബ്ദുറഹ്മാൻ്റെ വീട് നിൽക്കുന്നതിൻ്റെ തൊട്ട് 2 വാർഡ് ഇപ്പുറത്ത് മത്സരിക്കുന്നത്. അവരവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ല, മുസ്ലിം ലീഗ് എവിടെയെങ്കിലും നോൺ മുസ്ലിംസിനെ നിർത്തിയാൽ അത് റിസർവേഷൻ സീറ്റാണ്. അതിൽ നിന്ന് ഇപ്പോൾ സ്മിജിയുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ. അപ്പോൾ ഈ അബ്ദുറഹ്മാനെ പോലത്തെ ആളുകൾ ഇതിന് പിന്നെ KT ജലീൽ, അബ്ദുറഹ്മാൻ പോലത്തെ ആളുകൾ ഇതിന് ഓശാന പാടി നടക്കുന്ന, ഇവരൊക്കെ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്ന രീതികൾ പോലും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ ഭീകരമായ രൂപത്തിൽ ഒരു പിന്നെ ഭിന്നതയുണ്ടാക്കാനുള്ള ശ്രമം CPM ബോധപൂർവം നടത്തുന്നുണ്ട്. ഇവർ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യണം. അടുത്ത ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ വൻ തിരിച്ചടി വരുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, ഇവർ പ്രധാനമായിട്ട് പറയുന്നത് BJPയെയും എന്ത് ചെയ്യുക, മുസ്ലിം ലീഗിനെയും സമീകരിക്കുക ഒരു സൈഡിൽ. അതെങ്ങനെ, അത് എന്ത് ഫാക്ട്സ് വെച്ചിട്ടാണ്? കാരണം ഈ പാർട്ടിയുടെ പേര് വെച്ചിട്ടാണ്, മുസ്ലിം ലീഗിലെ മുസ്ലിം വെച്ചിട്ടാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ വർഗീയമാണോ? ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മുസ്ലിം ലീഗിനെയും BJPയെയും ഒരു നിലക്കും സമീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാനൽ ചർച്ചകൾ ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകർ, ലീഗുകാരില്ലാത്തവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാകാത്തത് ഇവിടുത്തെ CPMകാർക്ക് മാത്രമാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അവർക്ക് മനസ്സിലാവാനിട്ടല്ല, അവർക്കത് അറിയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിന് അത് യൂട്ടിലൈസ് ചെയ്യണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിയിട്ടാണ് ഈ വിമർശനങ്ങളിൽ ഭൂരിഭാഗം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് ഭരണത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രി, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലാണ് മുസ്ലിം ലീഗ്. ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നമ്മൾ പറയാം. ഒരു കാര്യം, ഇത്രയും കാലമായിട്ട് ഇപ്പോൾ 2014 വരെയെങ്കിലും, അതായത് ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്ത് തുടങ്ങുന്ന അന്ന് മുതൽ ഇടതുപക്ഷത്തിന്റെ കൂടെ കുറ്റിപ്പുറത്തെ വേദി ഓർക്കുക. എപ്പോഴും പിണറായി മദനി പങ്കെടുത്ത കുറ്റിപ്പുറത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ വേദി, ഹുസൈൻ തള്ളത്താണി മത്സരിച്ചു. ഇവരെ പ്രത്യേക പേരൊക്കെ മൂല്യം നോക്കി അവർ ഇടതുപക്ഷത്തിന് കൊടുക്കും. അതുവരെ ഇടതുപക്ഷത്തിന് വിമർശിക്കുകയും ചെയ്യും. പക്ഷേ ഇലക്ഷൻ ആകുമ്പോൾ അവർ അന്ന് അവർക്ക് കൊടുക്കുമായിരുന്നു. അതായത് 2014 വരെയും അവരുടെ കൂടെയുള്ള, അപ്പം അന്ന് ശാന്തസുന്ദരമായ കേരളം, UDFനെ പിന്തുണക്കുമ്പോൾ കേരളം കലുഷിതമാകും. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയാം. അതായത് ഇപ്പോൾ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഇപ്പോൾ പഞ്ചായത്തുകളായാലും നഗരസഭകളായാലും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്തോ ആവട്ടെ, ഒരു 2000 പരം സീറ്റുകൾ, ഇപ്പോൾ 1200ഓളം പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ 1200ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു പഞ്ചായത്ത് പോലും ഈ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുന്നില്ല. ഈ അടുത്ത കാലത്തൊന്നും ജമാഅത്തെ ഇസ്ലാമി ഭരിക്കാനും പോകുന്നില്ല. അതിൻ്റെ ശക്തി അത്രയേ ഉള്ളൂ എന്നുള്ളത് ഇവിടുത്തെ അവരാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു മുസ്ലിം ജനസംഖ്യ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ 14% നിന്ന് ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇടേണ്ടി വരും. അത്രയേ ഉള്ളൂ. അതായത് തെരഞ്ഞിങ്ങനെ മഷിയെടുത്ത് നോക്കണം, അത്രേ ജമാഅത്തെ ഇസ്ലാമിക്കാരുള്ളൂ. ആ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടെ ഇസ്ലാമിക റിപ്പബ്ലിക് ഉണ്ടാക്കുമെന്ന് പറയുന്നത് ആരാണ്? ഇവിടുത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു ദുര്യോഗമാണ്. 500 കൊല്ലത്തിനപ്പുറം ഉണ്ടാവും, 1000 കൊല്ലത്തിനപ്പുറം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഗതിയെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ, ഈ പൊതുബോധത്തിലുള്ള ചില ഭീതികളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു കേവലമായ രാഷ്ട്രീയമാണ് ഇപ്പോൾ. അല്ല, അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ് എന്ന ചോദ്യം ഇവിടെ അതുകൂടെ നമ്മൾ പറയണം. അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് ബെനിഫിഷ്യറി ആരാണ്? BJP ആണ്. സമീകരണം, അതുകൂടെ അതാ പറയണം നമ്മൾ. സമീകരണം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. ഇപ്പോൾ ഇവർ പറയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കും. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും സമീകരിക്കുന്നു, അതും അപകടമാണ്. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന വർഗീയതയാണ് ഭൂരിപക്ഷ വർഗീയത. അവിടെ ഈ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു പ്രസക്തിയുമില്ല. ഈ ഇന്ത്യ ഭരിക്കുന്ന ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കയ്യും കാലിട്ടടിച്ച് ശബ്ദിക്കുന്നത് വലിയ ഭീകരപ്രവർത്തനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. എന്നാൽ അവർ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടോ? സമുദായത്തിന് വേണ്ടി പറയുന്നു എന്നല്ലാതെ ഇവിടുത്തെ ഭൂരിപക്ഷത്തിനെതിരെ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ എടുക്കാം, അവരെന്ത് വിദ്വേഷമാണ് ഇവിടെ പ്രസംഗിച്ചത്? അതുകൂടെ നമ്മൾ ചർച്ചയിൽ വരേണ്ടതുണ്ട്. അതായത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സംഘടന ആർക്കും പറയാൻ വയ്യ. അത് പറഞ്ഞാൽ ഓരോ വക്താക്കളാക്കി മാറ്റുകയാണ്. VD സതീശൻ ഏതോ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ ആരോടോ ചോദിച്ചു, അവർ ചെയ്തൊരു ഭീകര പ്രവർത്തനം ലാസ്റ്റ് 20 ഇയേഴ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചതാണ് ഇപ്പോൾ പ്രശ്നം. അത് പറഞ്ഞിട്ടാണ് ഈ സലീം കുമാറിന്റെ ഒരു ഇമോജി, അങ്ങനെ ഒരു ഇമോജി ഉണ്ട്. ആ ഇമോജി ഓർക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ കാര്യം. ലീഗ് തെറ്റി വരുത്തി തരാണ്. ഈ എന്ത് തെറ്റാണ് ലീഗ് തിരുത്തേണ്ടത്?
ഈ നാട്ടിലെ മതേതരത്വം. ഇവർക്കൊക്കെ പ്രശ്നം ലീഗിന്റെ ഈ സ്ട്രൈക്ക് റേറ്റും ലീഗ് വിജയിക്കുന്നതും ഇതൊക്കെ പറഞ്ഞിട്ട് അവർ വിജയിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? ലീഗിന്റെ സംഘടനാ സെറ്റപ്പാണ്. ലീഗ് താഴെ തട്ടിൽ ജനങ്ങൾക്കിടയിൽ ഏറ്റവും താഴെ തട്ടിൽ ലീഗിന്റെ ഏറ്റവും സ്ട്രോങ് കമ്മിറ്റികൾ തന്നെ വാർഡ് കമ്മിറ്റികളാണ്. ആ വാർഡ് കമ്മിറ്റികൾ ഭയങ്കര സജീവമാണ്. അവർ അവിടുത്തെ റിലീഫിലും അവിടുത്തെ SIRലും അവരവിടുത്തെ A to Z കാര്യങ്ങളിൽ ഇടപെടുകയാണ്. അവർക്ക് ജനങ്ങളായിട്ട് ബന്ധമുണ്ട്. നമ്മളൊക്കെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ആളുകൾ നൽകി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇറങ്ങുന്ന സാധാരണ ലീഗുകാരുണ്ട്. അവർ ജോലി മാറ്റിവെച്ച് ആ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ അവർ പോയി. അതായത് തെരഞ്ഞെടുപ്പിനെ കമ്മ്യൂണിറ്റി ആ സംഘടനാ സംവിധാനമാണ് ലീഗിനെ വിജയിപ്പിക്കുന്നത് വലിയ പങ്ക് വഹിക്കുന്നത്. പിന്നെ ഈ വോട്ട് ചോദിച്ചു പോകുന്ന എല്ലാ ആളുകളും ആ നാട്ടിലെ പിന്നെ എല്ലാ സേവന പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കൃത്യമായി ഇടപെടുന്നതായതുകൊണ്ട് അവർക്ക് കൂടി കിട്ടുന്ന അംഗീകാരമാണ്. അതായത് ഇപ്പോൾ വയനാട് നമ്മുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ആളുകൾ കാണല്ലേ, അതിന് കൃത്യമായി എല്ലാ മനുഷ്യരും ലീഗിന് വോട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ല, ഈ വയനാട് പറഞ്ഞു വരുമ്പോൾ അതൊന്ന് പരാമർശിച്ച് പോകാന്ന് വിചാരിച്ചത്. അതിൽ എന്തുണ്ട്, എല്ലാ കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തു, അവരെ പോലും എന്ത് ചെയ്തു, ഇതിന് അടർത്തിയെടുക്കാനൊക്കെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞൊരു ബൈറ്റ് ഇപ്പോഴും എൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. ലീഗിന് ഞങ്ങൾക്ക് വിശ്വാസമാണ്, അവർ തരാന്ന് തന്നെ തരുമെന്ന്. ഇപ്പൊ ആ വീടുകൾ ഏത് ലെവലിൽ അവിടെ എത്തിയിരിക്കുകയാണ്. അവർ ഇവരെ തിരുപ്പിൽപ്പെട്ട് പോയിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതായത് ഈ മുസ്ലിം സമുദായത്തിന്റെ പൊളിറ്റിക്കലൈസേഷനെ CPM ഭയപ്പെടുന്നു. അതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. അവർ രാഷ്ട്രീയം പറയാൻ പാടില്ല, അവർ രാഷ്ട്രീയ ശാക്തീകരണത്തെക്കുറിച്ച് പറയാൻ പാടില്ല, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല. അതൊക്കെ പറയാൻ ഞങ്ങളിവിടെ ഉണ്ട്. അതായത് നിങ്ങളുടെ തന്ത ഞങ്ങളാണ്, തന്ത ചമയൽ എന്ന് പറയും. അതായത് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളിവിടെ ഉണ്ട്. പിന്നെ എന്തിന് നിങ്ങളിത് പറയണം? നിങ്ങൾ എന്തിനാണ്? അത് പാർഷ്യലി വിജയിച്ചു ഇവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ. നമ്മളെ CAA വിഷയത്തിൽ എന്ത് ചെയ്തു, ഇവർ കേന്ദ്രം നടപ്പിലാക്കിയ ഒരു നിയമം ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ SIRന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടു. കേന്ദ്രം ഒരു നിയമം പാസ്സാക്കിയാൽ അത് എവിടെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് എന്ത് SIRലൂടെ നമുക്ക് മനസ്സിലായി. SIR ഈ പറഞ്ഞ ബംഗാളിലും വന്നു, ബീഹാറിലും വന്നു, കേരളത്തിലും വന്നു, എല്ലായിടത്തും വന്നു, തമിഴ്നാട്ടിലും വന്നു, എല്ലായിടത്തും വന്നു. അപ്പോൾ എന്ത് ചെയ്യില്ല, ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കിയ. വേറൊരു കാര്യം കൂടി എന്താ വെച്ചാൽ CPMന് വലിയ ഭീമമായ തുക മുടക്കിയിട്ട് നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു മീഡിയ സംവിധാനം CPMനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് അവർ മനോഹരമായി നടപ്പിലാക്കി വന്നതായിരുന്നു. വ്ളോഗേഴ്സിനൊക്കെ ചേർന്ന് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന് അടി കിട്ടിയോടുകൂടി നികേഷിന്റെ ഭയങ്കര ട്രോളാണ് ബേബിയെ പാത്രം കഴുകിപ്പിച്ച് ദേശീയ സെക്രട്ടറിയെ അടുക്കളയിൽ കയറി പാത്രം കഴുകിച്ചത് CPMന്റെ കനകൂലം എന്ന് പറഞ്ഞിട്ട് നികേഷ് കുമാറിന്റെ ഫോട്ടോ അത് പൊളിഞ്ഞതോടുകൂടി CPM ആകെ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. ആ അസ്വസ്ഥതയുടെ ആഴമാണ് വെള്ളാപ്പള്ളിയിലൂടെയും സജി ചെറിയാനിലൂടെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ AK ബാലനിലൂടെയും ഒക്കെ വരുന്നത്. അല്ല, ഇതിൽ നമ്മൾ സീരിയസ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നമ്മുടെയൊക്കെ ഒരു ധാരണ, പണ്ട് ഇവർ കുറേയൊക്കെ പൊളിറ്റിക്കൽ നോളജ് ഉള്ളവരാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ളവരാണ്, പുരോഗമനവാദികളാണ് എന്നൊക്കെയാണ്. അതിന് മൊത്തത്തിൽ റദ്ദ് ചെയ്യാണ് ഇവർ. ഇപ്പോൾ ഈ നിരന്തരം ഇപ്പോൾ ഇവർ ജമാഅത്ത് ഇവർ സ്ഥിരം പറയുന്ന ഈ പിന്നെ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി, അതായത് ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത, ഇതിങ്ങനെ പറയണം. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇതാണ് സ്ഥിരം. ഈ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്ന് പറയുമ്പോൾ ഈ രണ്ട് വശത്തിൻ്റെയും അളവ് ഒരുപോലെ ആയിരിക്കണം, രണ്ട് വശത്തെയും അടയാളങ്ങൾ ഒരുപോലെ ആയിരിക്കണം. അതായത് ഈ രണ്ട് വശം തിയറി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഒരു സാമാന്യ രാഷ്ട്രീയ ധാരണയുള്ള ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി പോലും അങ്ങനെ പറയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സ്യൂഡോ സെക്യുലറിസത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയത്. ഞങ്ങൾ സെക്യുലറിസ്റ്റുകളാണ്, നിങ്ങൾ വർഗീയവാദികളാണ്, ഞങ്ങളുടെ കൂടെ എന്ന് നിങ്ങൾ കൂടുന്നോ അന്ന് നിങ്ങൾ സെക്യുലറിസ്റ്റുകളാവും. ഇപ്പോൾ INL കൂടേണ്ട പ്രശ്നമല്ല. ഇടക്ക് നന്നാവും, ലീഗിന് ഇടക്ക് ഒരു നന്നാക്കും, അഥവാ മുന്നണി മാറിയാലോ. അതായത് ഇതുകൂടെ പറയണം. അതായത് മതത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നവർ വർഗീയവാദികളാണെങ്കിൽ അവരുടെ കൂടെ PDPക്കാർ പറയുന്നതാണ് അവർണ്ണൻ അധികാരം എന്ന് പറഞ്ഞിട്ടാണ് PDPക്കാർ രംഗപ്രവേശം ചെയ്യുന്നത്. അതുപോലെ തന്നെ INL മുസ്ലിം ലീഗിന് തീവ്രത പോരാ, ബാൽബരി മസ്ജിദിലൊന്നും പ്രതികരിച്ചത് പോരാ, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയ ആളുകളെയാണ് അവർ തോളത്ത് വെച്ച് നടക്കുന്നത്. INL തെറ്റ് തിരുത്താൻ പറഞ്ഞില്ലല്ലോ. ഇല്ലല്ല. അപ്പോൾ ഇങ്ങനെ എന്താണ് വളരെ കൃത്യമായിട്ടൊരു പോളറൈസേഷന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യണം. പിന്നെ ചരിത്രത്തിൽ എവിടെയെങ്കിലും നമ്മുടെ ഐഡിയോളജിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവിടെ പേരിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. എവിടെ? EMSുമായി സഖ്യം ചേർന്ന ലീഗ് തന്നെയല്ല എപ്പോഴും ഉള്ളത്. എന്താണ് ഐഡിയോളജി? അതുകൊണ്ട് പറയണ്ടേ? അതെ, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക,
അതെ. ഒന്നാമത്തെ ലക്ഷ്യം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവശതകൾ പരിഹരിക്കുക, ഈ രാജ്യത്ത് സാമുദായിക സൗഹൃദമുണ്ടാക്കുക. ഈ 4 ലക്ഷ്യവുമായിട്ട് മുസ്ലിം ലീഗ് 1948 മുതൽ പ്രവർത്തിക്കുകയാണ്. ഈ 2026 EMS-ഉമായി സഖ്യം ചേർന്ന കാലത്ത് ചെയ്ത അതേ തെറ്റല്ലേ ഇപ്പം നിലവിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിലേത് തെറ്റാണ് തിരുത്തേണ്ടതെന്ന് വെള്ളാപ്പള്ളി പറയട്ടെ. അതായത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ സാമാന്യ ബോധത്തെ പരിഹസിക്കണം. അതെ, ഒരു സംശയം വേണ്ട. വെള്ളാപ്പള്ളി ചെയ്യുന്ന സ്വന്തം മകനെ NDA-യിൽ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് ഇത് പറയുന്നത്. അത് വേറെ ആർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് ആണ് പുള്ളിക്ക് കിട്ടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്. ഇപ്പോൾ ഇന്ന് എനിക്കൊരു മെസ്സേജ്, ഒരു സുഹൃത്തിൻ്റെ ഒരു മെസ്സേജ് തങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, അതായത് പ്രിയപ്പെട്ട തങ്ങളെ, ജനങ്ങളെ സാമുദായികമായും മതപരമായും വിഭജിക്കാൻ ശ്രമങ്ങൾ നടക്കുന്ന ഈ കെട്ടകാലത്തും മറ്റു സമുദായാംഗങ്ങളെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ വേദനിപ്പിക്കാതെ പക്വതയോടെ ക്ഷമയോടെ സമൂഹത്തെ മുമ്പോട്ട് നയിക്കുന്ന അങ്ങാണ് മനുഷ്യസ്നേഹിയായ സാമുദായിക നേതാവ്. ഒരു മെസ്സേജാണ് ഇത്, തങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇതിനാണ് മുസ്ലിം ലീഗുകാരനല്ല ലീഡേഴ്സ് ഇതയച്ചത്, രാഷ്ട്രീയ പക്വത. ഇത് ലീഗുകാരനല്ല അയച്ചത്. ഈ നാട്ടിലെ സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ ലീഡേഴ്സ് പുലർത്തുന്ന ഈ പക്വത അതൊരു രാഷ്ട്രീയ പാഠമാണ്. എത്രത്തോളം വെള്ളാപ്പള്ളിമാർ ഉൾക്കൊള്ളുന്നവർ. വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തെ ഭയപ്പെടുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വരെ. അതാണ് എന്താണ് നമ്പൂതിരി മുതൽ നസ്രാണി വരെ എന്നിട്ട് മുദ്രാവാക്യം കൊണ്ടുവരുന്നത്. അതാണല്ലോ കാസ. ആ ഒരു നരേശന് കഴിഞ്ഞ ഭരണം കിട്ടാൻ വേണ്ടി അതിനെതിരെ ചെയ്തു വെച്ചതിൻ്റെ റിസൾട്ടാണ് കാസ. അതിനെതിരെ ഒരുപാട് പ്രതികരണങ്ങൾ ഇവിടെ ഉണ്ടായി. ഈ പ്രതികരണങ്ങളിൽ എവിടെയെങ്കിലും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പ്രതികരിച്ചു, അല്ലാത്തവരിപ്പോൾ സമുദായ സംഘടനാ നേതാക്കൾ പ്രതികരിച്ചു. ഈ പ്രതികരണങ്ങളിൽ എവിടെയെങ്കിലും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ, ഹിന്ദു സമുദായത്തെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അതായത് നിങ്ങൾ കാരണം ഞങ്ങൾക്ക് പ്രയാസമാണ്, ഇവിടുത്തെ ഹിന്ദുക്കളെ പേടിച്ചിട്ടാണ് ഞങ്ങൾ കഴിയുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞു? ഇല്ല. അപ്പം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ് കേരളത്തിലെ 2 യാത്രകളെ കുറിച്ച്. മനുഷ്യർക്കൊപ്പം എന്നുള്ളൊരു യാത്ര, അത് സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആ യാത്രയുടെ സമാപനം കേരളത്തിലുടനീളം ചർച്ചയായ ഒരു വിഷയമായി മാറി. അത് അതിൻ്റെ മുദ്രാവാക്യത്തോട് 1% പോലും നീതി പുലർത്താതെ സമാപിച്ചു. കാരണം മനുഷ്യർക്കൊപ്പം എന്നുള്ളത് എന്ത് ചെയ്തു, കേരളത്തിന്റെ മുഖ്യമന്ത്രി പോയി 1 മണിക്കൂർ മനുഷ്യർക്കൊപ്പം എല്ലാത്ത കാര്യങ്ങളും പറഞ്ഞു, 1 മണിക്കൂറാണ് സംസാരിച്ചു. അതിൽ VD സതീശൻ മൂപ്പർക്ക് ഒരാൾ ഒരു 10 മിനിറ്റിലാണ് പറഞ്ഞു. അതോടുകൂടി അതിൻ്റെ അതുവരെ ഒരു കൊണ്ടുവരുന്ന ആ ഫ്ലോ അങ്ങ് പോയി. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദഗതികളായി. അപ്പോൾ ഈ രൂപത്തിലോട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാന്നാണ് തോന്നണേ. കേരളം ഒരു ഇലക്ഷനിലോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ? മൂസമൗലയുടെ ഒരു കമൻ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഏത് കളിയും കളിച്ചോളി, ഗ്രൗണ്ട് കുത്തിപ്പൊളിക്കരുത്. ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഈ സന്തുലിതാവസ്ഥയുടെ ഗ്രൗണ്ട് CPM കുത്തിപ്പൊളിക്കുകയാണ്, തകർക്കുകയാണ്. അത് എല്ലാ മനുഷ്യരും CPM-നോട് പറയും, അത് തകർക്കരുത്, ഇലക്ഷൻ വരും പോകും. VD സതീശൻ പറഞ്ഞ കമൻറ്റ്, VD സതീശനും പിണറായി വിജയനും ഒക്കെ ഇപ്പോൾ ഉണ്ട്, ഇല്ലാതാവും. കേരളം ഇവിടെ വേണം. അതാണ് ഇതിൽ അത് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. പക്ഷെ CPM-ന്റെ ഈ ഗ്രൗണ്ട് കുത്തിപ്പൊളിക്കൽ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനങ്ങൾ അതിനെതിരെ വിധി എഴുതും. അപ്പോഴും ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അവർ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ തോറ്റിട്ടില്ല, ജനങ്ങൾക്ക് തെറ്റു, എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് അപ്പോൾ ചർച്ച ചെയ്യും. നമുക്ക് ഈ വിഷയം ഇവിടെ കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നത്. താങ്ക് യു.